എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ഓഗസ്റ്റ് 7-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ PSC പരീക്ഷകളിൽ നിർണായകമായ ഒരു സ്ഥാനം കറണ്ട് അഫയേഴ്സിനുണ്ട്. നമുക്കത് അറിയാവുന്നതാണ്. കാരണം ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 12th ലെവൽ ആയിക്കോട്ടെ, ഇതിൽ ഓരോന്നിനും 10, 15, 20 ഇങ്ങനെ മാർക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. സോ കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ ആ റാങ്കിൽ മുന്നിലെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ അത്തരത്തിൽ വരാനിരിക്കുന്ന മെയിൻസ് പരീക്ഷകൾക്കും പ്രിലിംസ് പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാന്ത.ടാലന്റ്.com ഇവയിലൊക്കെ തന്നെ ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട ദിനാചരണം, ഒന്നല്ല രണ്ടാണ്. കാര്യം ആഗസ്റ്റ് 7-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകളാണുള്ളത്. അതിൽ ആദ്യത്തേത് നമ്മുടെ ദേശീയ ജാവലിൻ ദിനം. അപ്പോൾ ദേശീയ ജാവലിൻ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗസ്റ്റ് 7 ആണെന്നുള്ള കാര്യം പഠിക്കുക. നമുക്കറിയാം അല്ലെ, അതായത് 2020 ടോക്കിയോ ഒളിമ്പിക്സ്, അതായത് നടന്നത് 2021 സോ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മുടെ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഓരോ ജാവലിന്റെയും. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. എന്തുകൊണ്ടാണ് ജാവലിൻ ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീരജ് ചോപ്ര ഒളിമ്പിക് സ്വർണ്ണം നേടിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജാവലിൻ ഡേ ആചരിക്കുന്നത്. ദെൻ ആ ഒരു സ്വർണ്ണത്തിന്റെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്ലറ്റിക്സിലെ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ താരമാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. സോ അത്രയും പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ജാവലിൻ ഡേ ആചരിക്കുന്നത്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ കൈത്തറി ദിനമാണ്. നമുക്കറിയാം 1905 സ്വദേശി പ്രസ്ഥാനത്തിനൊക്കെ തുടക്കം കുറിക്കുന്നത്. സോ അതിന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ദേശീയ കൈത്തറി ദിനം ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ കൈത്തറി മേഖലയുടെ ആ ഒരു നവീകരണം പോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ലക്ഷ്യമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 7-നാണ്. അപ്പൊ എന്തുകൊണ്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വദേശി മൂവ്മെന്റിന് തുടക്കം കുറിച്ചത് 1905 ഓഗസ്റ്റ് 7-നാണ്. സോ അതിന്റെ ഓർമ്മ പുതുക്കലാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ കൈത്തറി ദിനം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു പുരസ്കാരമാണ്, അതായത് ഒരു മെഡലാണ്. അതായത് 2026 കോസ്പാർ വിക്രം സാരാഭായി മെഡൽ. അപ്പൊ 2026 കോസ്പാർ വിക്രം സാരാഭായി മെഡലിന് അർഹയായത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നപൂർണി സുബ്രഹ്മണ്യമാണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. നിലവിൽ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടറാണ് ഈ പറയുന്ന അന്നപൂർണി സുബ്രഹ്മണ്യം കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഡയറക്ടറാണ് ഈ പറയുന്ന അന്നപൂർണി സുബ്രഹ്മണ്യം. ദെൻ നമ്മുടെ ഈ പറയുന്ന കോസ്പാറും അതുപോലെ തന്നെ ISROയും സംയുക്തമായിട്ടാണ് ഈ ഒരു അവാർഡ് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ പറയുന്ന കോസ്പാർ എന്ന് പറയുന്നത് കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് ആണ് കേട്ടോ. കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് ആണ് കോസ്പാർ എന്ന് പറയുന്നത്. അപ്പൊ ആ കോസ്പാറും അതുപോലെ തന്നെ ISROയും ചേർന്ന് നൽകുന്ന പുരസ്കാരം അന്താരാഷ്ട്ര തലത്തിലെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുരസ്കാരം നൽകുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയാണ്? അപ്പൊ എന്താ പറഞ്ഞേ? നമ്മുടെ ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൊർണൂരാണ് കേട്ടോ. ഷൊർണൂരാണ്. നമുക്കറിയാലോ പാലക്കാട്. അപ്പൊ പാലക്കാടുള്ള ഷൊർണൂര് ഒരു മ്യൂസിയം വരാൻ പോകുന്നത്. എന്ത് മ്യൂസിയമാണ്? ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം ആണ് എവിടെ നിലവിൽ വരാൻ പോകുന്നത്? ഷൊർണൂർ നിലവിൽ വരാൻ പോകുന്നത്. ബാക്കിയൊക്കെ അത് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാകാനായിട്ട് ഒരുങ്ങുന്ന പഞ്ചായത്ത് ഏതാണ്? അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്ന് പറയുന്നത്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാകാൻ ഒരുങ്ങുന്ന പഞ്ചായത്ത് ഏതെന്നുള്ളതാണ്. ആയി എന്നല്ല. കാര്യം അവിടെ ഇനിയിപ്പോ നിലക്കടലയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നിലക്കടല മേഖല, നിലക്കടല കൃഷി എന്ത് ചെയ്യുന്നു? പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ശ്രമം അവിടെ നടത്താനായിട്ട് പോവുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് അത് സക്സസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു നിലക്കടല ഗ്രാമമായിട്ട് അത് മാറാൻ പോകുന്നു. സോ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാകാൻ ഒരുങ്ങുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് എലപ്പുള്ളി പഞ്ചായത്ത്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ് കേട്ടോ. പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്താണ്. കാരണം ഇതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്നൊരു കാര്യമായിട്ടുണ്ടായിരുന്നൊരു കൃഷിയായിരുന്നു നിലക്കടല. പക്ഷേ പിന്നീട് ഈ കൃഷി കുറയുകയും ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നത്? അവിടെ വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അടുത്തിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഇന്ത്യ പോസ്റ്റിന്റെ പെർമനന്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ എന്ന പ്രത്യേക തപാൽ മുദ്രയും സ്പെഷ്യൽ കവറും എന്ത് ചെയ്തിരിക്കുന്നു? അനുവദിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്? തിരുവനന്തപുരം ജില്ലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത് ഏറെ ചരിത്ര പ്രധാനമുള്ള ഒരു ക്ഷേത്രമാണ്. തിരുവിതാംകൂർ രാജവംശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. അപ്പോ എന്താണ് അവിടെ അടുത്ത ആ ക്ഷേത്രത്തിന് എന്ത് നൽകിയെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇന്ത്യ പോസ്റ്റിന്റെ പെർമനന്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ എന്ന പ്രത്യേക തപാൽ മുദ്രയും അതുപോലെ തന്നെ സ്പെഷ്യൽ കവറും അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ
കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം കിട്ടുന്ന 4ാമത്തെ ക്ഷേത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കട്ടോ. കേരളത്തിൽ ഇതുവരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ചേർത്ത് 4 ക്ഷേത്രങ്ങൾക്കാണ് ഈ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഗുരുവായൂരാണ്, അതുപോലെ തന്നെ ശബരിമലയുണ്ട്, ഇനി അതുപോലെ തന്നെ മധൂർ ക്ഷേത്രം, അതായത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ മധൂർ ക്ഷേത്രം. അപ്പോൾ മധൂർ ക്ഷേത്രം, ഗുരുവായൂര്, അതുപോലെ തന്നെ ശബരിമല, ഇപ്പോൾ എന്താണ് ഈ പറഞ്ഞേക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം. സോ ഈ 4 ക്ഷേത്രങ്ങൾക്കാണ് കേരളത്തിൽ നിന്നും ഇന്ത്യ പോസ്റ്റിന്റെ പെർമനന്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ എന്ന് പറയുന്ന പ്രത്യേക തപാൽ മുദ്രയും അതുപോലെ തന്നെ സ്പെഷ്യൽ കവറും അനുവദിച്ചിരിക്കുന്നത്. സോ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ റാങ്ക് ഫെയിൽ ആണ്. അതായത് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ആണ്. നമുക്കറിയാം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ എന്ന് പറയുമ്പോൾ മറ്റ് സിലബസുകൾ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. സോ അത് കൃത്യമായിട്ട് പഠിക്കാനും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ ഈ ഒരു റാങ്ക് ഫെയിൽ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.challengela.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്. ഇനി അതല്ല എങ്കിൽ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഇനി നമ്മുടെ അമ്മത്തൊട്ടിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള അമ്മത്തൊട്ടിൽ ലഭിച്ച 1000ാമത്തെ കുഞ്ഞിന് നൽകിയ പേര് എന്താണ്? അപ്പോൾ അമ്മത്തൊട്ടിൽ ഇതുവരെ എന്ത് ചെയ്തിരിക്കുന്നു? അമ്മത്തൊട്ടിൽ ഇതുവരെ 1000 കുഞ്ഞുങ്ങളെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1000ാമത്തെ കുഞ്ഞിന് നൽകിയ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹസ്ര. വളരെ എളുപ്പമാണ് കാര്യം. സഹസ്രം എന്ന് പറയുമ്പോൾ അറിയാലോ 1000 ആണ് അല്ലെ. അപ്പോൾ ആ സഹസ്ര എന്നുള്ള പേര് അതിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള അമ്മത്തൊട്ടിൽ ലഭിച്ച 1000ാമത്തെ കുഞ്ഞിന് നൽകിയ പേരെന്ന് പറയുന്നത് സഹസ്ര എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഈ ഒരു അമ്മത്തൊട്ടിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. അമ്മത്തൊട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 2002 2002 നവംബർ മാസം 14-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു അമ്മത്തൊട്ടിൽ തിരുവനന്തപുരത്ത് വരുന്നത്. പക്ഷേ ആ അമ്മത്തൊട്ടിൽ ആദ്യത്തെ കുഞ്ഞ് എന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2002 ഡിസംബറിലാണ്. 2002 ഡിസംബറിലാണ് അവിടെ ആദ്യത്തെ കുഞ്ഞ് എത്തുന്നത്. 2002 നവംബർ 14-ന് ഈ അമ്മത്തൊട്ടിൽ ആരംഭിച്ചുവെങ്കിലും 2002 ഡിസംബറിനാണ് അവിടെ ആദ്യത്തെ കുഞ്ഞ് വരുന്നത്. ആദ്യത്തെ കുഞ്ഞിന്റെ പേരെന്ന് പറയുന്നത് നിത്യ എന്നാണ് കേട്ടോ. നിത്യ എന്നാണ് അവിടുത്തെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ കിട്ടിയ ആദ്യത്തെ കുഞ്ഞിന്റെ പേരെന്ന് പറയുന്നത് നിത്യ എന്നാണ്. ഇനി അതുപോലെ തന്നെ അവിടെ നമ്മൾ പറഞ്ഞു എന്താണ് നിത്യയാണ് അവിടെ കിട്ടിയ ആദ്യത്തെ കുഞ്ഞെന്ന് പറയുന്നു. അതുപോലെ തന്നെ 1000ാമത്തെ കുഞ്ഞ് സഹസ്രയാണെന്ന് പറഞ്ഞു. ദെൻ 100ാമത്തെ കുഞ്ഞിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശതശ്രീ. എന്താണ്? ശതശ്രീ എന്നാണ് കേട്ടോ. ശതശ്രീ എന്നാണ് 100ാമത്തെ കുഞ്ഞിന്റെ പേര്. സോ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ടൊരു കാര്യമേ പറഞ്ഞുള്ളൂ. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള അമ്മത്തൊട്ടിലിൽ എന്ത് ചെയ്തിരിക്കുന്നു 1000 കുഞ്ഞുങ്ങളായിരിക്കുകയാണ്. ആദ്യത്തെ കുഞ്ഞ് നിത്യ, 100ാമത്തേത് ശതശ്രീ, 1000ാമത്തെ കുഞ്ഞിന്റെ പേരെന്താണ്? സഹസ്ര എന്നാണ്. സോ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പോർട്ടൽ ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സർക്കാർ ഭൂമി, അതുപോലെ തന്നെ കെട്ടിടങ്ങള്, മറ്റ് പൊതു സ്വത്തുകള് എന്നിവയുടെ വിവരങ്ങള് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിക്കുന്നതിനും കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? പോർട്ടലിന്റെ കാര്യമാണെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോർട്ടലാണ്. അതായത് സർക്കാർ ഭൂമി, കെട്ടിടങ്ങള്, മറ്റു പൊതു സ്വത്തുകള് ഇവയുടെയൊക്കെ വിവരങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റൽ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പോർട്ടൽ ഏതാണ്? സമ്പത്ത് പോർട്ടൽ. എന്താണ്? സമ്പത്ത് പോർട്ടൽ എന്നാണ് അതിന്റെ പേര്. സോ ഈ പോർട്ടലിന്റെ പേര് കൃത്യമായിട്ടൊന്ന് പഠിച്ചേക്കുക. ഇനി നമ്മുടെ AI യുഗമാണല്ലേ ഇപ്പം. എല്ലാം പൊതുവെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലമാണ്. സോ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് അധ്യാപകരെ അടക്കം AI പഠിപ്പിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? അപ്പൊ നമ്മുടെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് AI-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി കൊണ്ടുവരാൻ പോവുകയാണ്. എന്താണ് ആ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാപകരെ അടക്കം എന്ത് ചെയ്യുക? AI പഠിപ്പിക്കുക. ഇതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സോ ആ പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI ഗുരു. എന്താണ്? AI ഗുരുവാണ്. കൃത്യമായിട്ട് പഠിക്കുക. ഉന്നത വിദ്യാഭ്യാസം പറഞ്ഞതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ആരാണ്? റോജി എം ജോൺ ആണ് അല്ലെ. റോജി എം ജോൺ ആണ്. മണ്ഡലം അങ്കമാലിയാണ്. സോ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. കാര്യം ഈ റോജി എം ജോണിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പരീക്ഷകൾ ചോദിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അപ്പൊ ഇതാണ് അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ആണെന്നുള്ള കാര്യം ഓർത്തേക്കുക. ദെൻ എന്തുകൊണ്ട് നമ്മളിത് ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ന്യൂസ് കേട്ട് കണ്ടത് കൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് അടുത്തിടെ ഇവിടെ നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വർഷങ്ങൾ പഴക്കമുള്ള പീരങ്കികൾ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തിടെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും വർഷങ്ങൾ പഴക്കമുള്ള പീരങ്കികൾ കണ്ടെടുത്തു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെന്ന് മാത്രം. അപ്പോൾ അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലാണ്. ഇനി അടുത്തത്
വരുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അടുത്തിടെ കേന്ദ്ര മന്ത്രിസഭ ഈ ഒരു പദ്ധതിക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രം. അതായത് ആഴക്കടലിലെ എണ്ണ പ്രകൃതിവാതക പര്യവേഷണം ത്വരിതപ്പെടുത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്പോൾ ആഴക്കടലിലെ എണ്ണ പ്രകൃതിവാതക പര്യവേഷണമൊക്കെ ത്വരിതപ്പെടുത്തുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദ്ര മന്ഥൻ. ഇതാണ് സമുദ്ര മന്ഥൻ എന്നാണ് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇതിനിപ്പോ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ ഒരു മേഖലയിൽ, അതായത് ഈ ഒരു ഓയിലിന്റെ ഒക്കെ ഒരു ഫീൽഡിൽ ഇന്ത്യക്ക് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാക്കാനായിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ആശ്രയത്വമൊക്കെ കുറയ്ക്കുക, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. കാരണം ഇപ്പോൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ വാങ്ങിക്കേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കണ്ടതാണ്. സോ അതേറെക്കുറെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു പദ്ധതി ലക്ഷ്യം വയ്ക്കുകയാണ്. സോ സമുദ്രമന്ഥൻ എന്ന് പറയുന്ന പദ്ധതിയാണ് റീസെന്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതിന് മന്ത്രിസഭ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്തത് ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോയാൽ മതിയാവും. അതായത് 2026 ഓഗസ്റ്റ് മാസത്തിൽ കൃത്രിമ പനീർ നിരോധിച്ച സംസ്ഥാനം ഏതാണ്? അപ്പോൾ കൃത്രിമ പനീറിന് എന്ത് ചെയ്തിരിക്കുന്നു? 2026 ഓഗസ്റ്റ് മാസത്തിൽ ഒരു സംസ്ഥാനം നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. ഇതാണ് മഹാരാഷ്ട്രയാണ്. അപ്പോൾ മഹാരാഷ്ട്ര പറഞ്ഞെങ്കിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് അല്ലെ? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി. സോ അതും കൂടെ ഒന്ന് പഠിച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഡാനിഷ് രാജകുടുംബത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജകുമാരി എന്ത് ചെയ്തിരിക്കുന്നു? നിർബന്ധിത സൈനിക സേവനത്തിന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം ഈ പറയുന്ന ഡെൻമാർക്കിൽ എന്ത് ചെയ്തിരിക്കുന്നു? നിർബന്ധിത സൈനിക സേവനം നടത്തണം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊരു ഫുള്ളായിട്ടല്ല, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 11 മാസത്തെ ടൈം പീരീഡിലേക്കാണ്. അപ്പോൾ ഡാനിഷ് രാജകുടുംബത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിർബന്ധിത സൈനിക സേവനത്തിന് ചേരുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസബെല്ല രാജകുമാരി. ആരാണ്? ഇസബെല്ല രാജകുമാരിയാണ്. ഞാൻ പറഞ്ഞു ഇത് ഫുള്ളായിട്ട് മീൻസ് എന്താണ്, കുറെ വർഷങ്ങളിലേക്കല്ല, ഒരു ചെറിയ കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ. ഒരു 11 മാസത്തെ കാലയളവിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇനി നമ്മുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട 1-2 പോയിന്റുകൾ നമുക്ക് പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഭാഗം എന്ത് ചെയ്തിരിക്കുന്നു? ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് നമുക്കറിയാം അല്ലെ, ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റുകളിൽ ഒന്നാണ് ഈ പറയുന്ന സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ്. ഇപ്പോൾ സപ്പോസ് PSCക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് ഏത് കമ്പനിയുടെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് എക്സിന്റെ ആണ്. അപ്പോൾ ഈ 2025 വിക്ഷേപിച്ച റോക്കറ്റ് അതിന്റെ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മെഗാസ് ഉണ്ടായിരുന്നു. അത് എന്ത് ചെയ്തിരിക്കുകയാണ്? അത് ചന്ദ്രനിലേക്ക് ഇടിച്ചിറങ്ങിയിരിക്കുകയാണ്. സോ ഇതിന്റെ ഭാഗമായിട്ട്, ഇത് ഇടിച്ചിറങ്ങിയതിന്റെ അനന്തരപരമായിട്ട് മേ ബി ചന്ദ്രനിലെ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിലയിരുത്തപ്പെടുന്നുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ISROയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് റീസെന്റ് ആയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു? ISROയുടെ ഒരു 2 ഉപഗ്രഹങ്ങളുടെ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ച ISROയുടെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നെന്ന് പറയുന്നത് NVS-03 ആണ്. അതായത് ഇന്ത്യയുടെ തദ്ദേശീയ നാവിഗേഷൻ സംവിധാനം ശക്തമാക്കാനുള്ള ഒരു ഉപഗ്രഹമായിരുന്നു ഈ എന്തെന്ന് പറയുന്നത് NVS-03 എന്ന് പറയുന്നത്. ഇത് ഏകദേശം വിക്ഷേപണത്തിന് റെഡിയായി ഇരിക്കുകയാണ്. പക്ഷേ ഇതിനിപ്പോൾ അംഗീകാരം കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ EOS-05, അതായത് അതിർത്തി നിരീക്ഷണത്തിനും ദുരന്ത നിവാരണത്തിനും ഒക്കെ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത് EOS-05 എന്ന് പറയുന്നത്. സോ ഈ 2 ഉപഗ്രഹങ്ങൾക്കും എന്ത് ചെയ്തിട്ടില്ല? അനുമതി കൊടുത്തിട്ടില്ല. സോ ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, റീസെന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് PSLV C61 ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. PSLV C61 അതേപോലെ തന്നെ PSLV C62 ഈ 2 ദൗത്യങ്ങളും പരാജയമായിരുന്നു അല്ലെ. നമ്മൾ ചർച്ച ചെയ്തതാണ്. 3ാമത്തെ സ്റ്റേജിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ദൗത്യങ്ങൾ പരാജയപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അനുമതി നൽകാത്തത് എന്നാണ് പറയുന്നത്. സോ എന്തോ ആയിക്കോട്ടെ, ഇത് വിക്ഷേപിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. സോ ഈ ദൗത്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. PSLV C61 എന്ന് പറയുന്നത് വിക്ഷേപിച്ചത് 2025 മെയ് മാസം 18-ാം തീയതിയാണ് വിക്ഷേപിച്ചത്. അതേപോലെ തന്നെ 62 എന്ന് പറയുന്നത് 2026 ജനുവരി മാസം 12-ാം തീയതി വിക്ഷേപിച്ചതാണ്. ഈ 2 മിഷനും ഫെയിലിയർ ആയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അജിത് ഡോവൽ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ദൗത്യങ്ങളുടെ പരാജയത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ ഒരു NVS-03 അതുപോലെ തന്നെ EOS-05 ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു? കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കാതിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന മെയിൻസ് ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, സ്പെഷ്യൽ ടോപ്പിക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം റാങ്കിനോട് അടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു ബുക്ക്
ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടോ ഒക്കെ സന്ദർശിച്ചാൽ മതിയോ. അതല്ല എങ്കിൽ 7593938787 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkela.com വഴിയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ പർച്ചേസ് ചെയ്യുക, പഠനം ആരംഭിക്കുക. ഇനി ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? 2026 കോസ്പാർ വിക്രം സാരാഭായ് മെഡൽ നേടിയത് അന്നപൂർണി സുബ്രഹ്മണ്യമാണ്. അതേപോലെ തന്നെ ദക്ഷിണ റെയിൽവേയുടെ ആദ്യത്തെ മെക്കാനിക്കൽ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് പറഞ്ഞു, ഷൊർണൂരാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത നിലക്കടല ഗ്രാമമാകാനായിട്ട് ഒരുങ്ങുന്ന പാലക്കാട് ജില്ലയിലെ പഞ്ചായത്ത് ഇതാണ്, അത് ഇലപ്പുള്ളി പഞ്ചായത്ത്. ദെൻ അതിനുശേഷം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അല്ലെ, അതായത് അടുത്തിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഇന്ത്യ പോസ്റ്റിന്റെ പെർമനന്റ് പിക്ചോറിയൽ ക്യാൻസലേഷൻ അഥവാ PPC എന്ന പ്രത്യേക തപാൽ മുദ്രയും സ്പെഷ്യൽ കവറും അനുവദിച്ചിരിക്കുന്നു. ഇത് കിട്ടുന്ന കേരളത്തിലെ 4ാമത്തെ ക്ഷേത്രമാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് നമ്മുടെ അമ്മത്തൊട്ടിലെത്തുന്ന 1000ാമത്തെ കുഞ്ഞ് അല്ലെ, സഹസ്ര എന്നാണ് 1000ാമത്തെ കുഞ്ഞിന്റെ പേര്. ആദ്യത്തിന്റെ പേരെന്തായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ, നിത്യ എന്നാണ്. അതിനുശേഷം പറഞ്ഞത് ഒരു പോർട്ടലാണ് സമ്പത്ത് എന്ന് പറയുന്ന പോർട്ടൽ. എന്താണ് അതിന്റെ ഉദ്ദേശം? സർക്കാർ ഭൂമി, കെട്ടിടങ്ങൾ, മറ്റ് പൊതുസ്വത്തുകൾ എന്നിവയുടെ വിവരങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഏതെന്ന് പറയുന്നത് സമ്പത്ത് പോർട്ടൽ. അതിനുശേഷം പറഞ്ഞത് അധ്യാപകരെ അടക്കം AI പഠിപ്പിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? അത് AI ഗുരു. അതിനുശേഷം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. പറയാനുള്ള കാരണം എന്താണ്? ഇവിടെ നിന്ന് റീസെന്റ് ആയിട്ട് കുറച്ച് പഴക്കമുള്ള പീരങ്കികളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനുശേഷം പറഞ്ഞത് സമുദ്രമന്ഥനം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ആഴക്കടലിലെ എണ്ണ പ്രകൃതിവാതക പര്യവേഷണം ത്വരിതപ്പെടുത്തുന്നതിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അടുത്തിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്യാബിനറ്റ് അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അല്ലെ, അതായത് 2026 ഓഗസ്റ്റിൽ കൃത്രിമ പനീർ നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അതിനുശേഷം പറഞ്ഞത് ഡാനിഷ് രാജകുടുംബത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിർബന്ധിത സൈനിക സേവനത്തിന് ചേരുന്ന ആദ്യ വനിത ആരാണ്? ഇസബെല്ല രാജകുമാരി. അതിനുശേഷം പറഞ്ഞത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഒരു ഭാഗം എന്ത് ചെയ്തു? ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം 2025 വിക്ഷേപിച്ചൊരു റോക്കറ്റ് ആണിത്. അതിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബഹിരാകാശത്ത് ഉണ്ടായിരുന്നു, അത് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി. ദെൻ അതിന്റെ ഭാഗമായിട്ട് ഒരു ഗർത്തം അവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതിനുശേഷം നമ്മൾ പറഞ്ഞത് നമ്മുടെ ISROയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ISROയുടെ NVS-03 അതുപോലെ തന്നെ EOS-05 തുടങ്ങിയ ഉപഗ്രഹങ്ങൾക്ക് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു? അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. അതായത് ISROയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഉപഗ്രഹങ്ങൾക്ക് അനുമതി നിഷേധിക്കുന്നത്. സോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും. ഇനി നമ്മുടെ ഇനി വരാനിരിക്കുന്ന വാരിയസ് LGS എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ വാരിയസ് LGS റാങ്ക് ഫെയർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള സമയമാണ്. ദെൻ ഇത് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭ്യമാവും. ദെൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട് veranda.channelkela.com, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ദെൻ ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ പ്രീ ഓർഡർ ചെയ്യാനായിട്ട് 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, 2026 ജൂലൈയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതയായത് ആരെന്നാണ്? അതിഥി ആചാര്യ ആണോ? വർഷ അശോക് അഗ്ലാവെ ആണോ? ദെൻ മീര റാണി അഗർവാൾ ആണോ? സുമിത അധികാരി ആണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ഓഗസ്റ്റിൽ ഇറാനിലെ അടുത്ത ഇന്ത്യൻ അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരാണ്? വിശ്വേഷ് നേഗിയാണോ? പ്രേംചന്ദ് ആണോ? വിനയ് മോഹൻ ഖത്രയാണോ? ദെൻ രവീഷ് കുമാർ ആണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ഓഗസ്റ്റിൽ ഇന്ത്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫായിട്ട് ചുമതലയേറ്റത് ആര് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് AN പ്രമോദ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ 101ാമത് റാംസർ സൈറ്റ് ഏതാണ്? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗ്ലോ തടാകമാണ്. നമുക്കറിയാം അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ റാംസർ സൈറ്റ് ആണ്. സോ ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നു? 100 റാംസർ സൈറ്റുകൾ എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ പിന്നിട്ടിരിക്കുകയാണ് അല്ലെ. 100ാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതമാണ്. ദെൻ 101ാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോ തടാകമാണ്. ഇനിയും റാംസർ സൈറ്റുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് പഠിച്ചു വയ്ക്കുക. കാര്യം അതൊക്കെ പലപ്പോഴും PSC ചോദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഓഗസ്റ്റ് 7-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.